കല്യാണി കലവാണി ചൊല്ലമ്മിണി ചൊല്ല്. ഈ ഒരു പാട്ട് വെച്ചിട്ട് ചെറുതായിരിക്കുമ്പോൾ നമ്മൾ നൃത്തം ചെയ്യുമായിരുന്നു. അതായത് സ്വർണ്ണം വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു പിങ്ക് കളറിൽ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറാണ് അന്ന് നമുക്ക് ലിപ്സ്റ്റിക്ക്. കാരണം അല്ലാതെ നമുക്ക് ലിപ്സ്റ്റിക് ഒന്നും വാങ്ങിച്ചു തരില്ല. നമുക്ക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിൽ എന്താണെന്ന് പറയുക, നമുക്ക് ഭയങ്കര ക്യാഷുകാർക്കുള്ളതും പിന്നെ ഫിലിം സ്റ്റാർസ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമായിട്ടാണ് ഞങ്ങളുടെ മൈൻഡിൽ. അപ്പോൾ ഞങ്ങൾ ഡാൻസിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഈ ഒരു പേപ്പർ ലിപ്സ്റ്റിക് പോലെ ഇട്ടിട്ട് വെള്ളത്തിൽ നനച്ചിട്ട് ആ ഒരു കളർ, അത് പിങ്ക് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, വേറെ കളേഴ്സൊന്നും ഉണ്ടാവില്ല. അത് ചെയ്തവർ ഒരുപാട് പേരുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളിലെ ലിപ്സ്റ്റിക്ക് ഉപയോഗമാണ്. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് പോയപ്പോൾ ആ നൂർജഹാനിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അന്നത്തെ ദിവസം ഉണ്ടായൊരു സംഭവമാണ്. പക്ഷേ അന്ന് തന്നെ ഞാനത് പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഇൻഫ്ലുവൻസർ ആരാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ അത് വിട്ടു. പക്ഷേ എനിക്കിപ്പോൾ ട്രെൻഡിങ്ങിലായിട്ട് നടക്കുന്ന ആ ഒരു എയർലൈൻ നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണെന്നുള്ളത് എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആരെയും കുറ്റപ്പെടുത്താനൊന്നും അല്ല, ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് അന്ന് ഞങ്ങൾ നൂർജഹാനിൽ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ എൻ്റെ മുമ്പിൽ 2 ചെറിയ കുട്ടികൾ, അതായത് ഒരു കുട്ടി 4th സ്റ്റാൻഡേർഡിലും മറ്റേ കുട്ടി 8th സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന കുട്ടികളാണ്. അത് ഞാൻ പിന്നീട് ചോദിച്ചറിഞ്ഞതാണ് കേട്ടോ, എത്ര ക്ലാസ്സിലാണെന്നൊക്കെ. അപ്പോൾ ആ കുട്ടികൾ അവിടെ ഹാൻഡ് വാഷ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ക്യൂവിൽ ബാക്കിൽ ഞാൻ നിൽക്കുമായിരുന്നു ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി. കുറേ നേരമായിട്ട് ഇവർ ഹാൻഡ് വാഷ് ചെയ്ത് കഴിയാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു പൈപ്പിൽ വെള്ളം വരുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ പൈപ്പിൽ വെള്ളം വരുന്നില്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എത്തി നോക്കി. അപ്പോൾ ചെറിയൊരു മോള് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എത്തി നോക്കിയപ്പോൾ ആ കുട്ടി ഹാൻഡ് വാഷ് ചെയ്യുന്നതല്ല, ആ കുട്ടി ലിപ്സ്റ്റിക്ക് എന്താണ് കയ്യിൽ ഇങ്ങനെ 2-3 ലിപ്സ്റ്റിക്ക് ഉണ്ട്, 3 ഷെയ്ഡ്സ് ഉണ്ട്. അതിൽ ഓരോന്നും എടുത്ത് ഇങ്ങനെ കയ്യിൽ തേച്ചിട്ട് അതിങ്ങനെ ഇട്ട് നോക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് സർപ്രൈസ് ആയി. കാരണം ആ കുട്ടി ചെറിയ കുട്ടി 4th സ്റ്റാൻഡേർഡിലല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മൂത്ത കുട്ടിയെ നോക്കി ചോദിച്ചു, ഇത് ഭയങ്കര മേക്കപ്പ് ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മൂത്ത കുട്ടി ചിരിച്ചിട്ട് യൂട്യൂബ് കണ്ട് പഠിച്ചതാണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, ഇത് ആരാ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് ഞാൻ കാഷ്വലായി ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ചില അമ്മമാരൊക്കെ ഒരുപാട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കിട്ടുന്ന കുട്ടികളും ഒബ്വിയസ്ലി ചെറുപ്പം മുതൽ കണ്ട് പഠിച്ച് ചെയ്യുന്നതായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ആ കുട്ടി മൈൻഡ് ചെയ്യുന്നില്ല, ആ കുട്ടി അതിലൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്, ഇതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ 3 കളർ ഷെയ്ഡൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് നോക്കിയപ്പോൾ ബ്രാൻഡഡ് ആണ്. കാരണം ഇപ്പോൾ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ യൂട്യൂബേഴ്സ് ഇട്ടുകൊണ്ട് കാണിക്കുന്ന ബ്രാൻഡാണ്. 3 ബ്രാൻഡും അത് തന്നെയായിരുന്നു. അതിൻ്റെ ഷെയ്ഡ്സ് ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് നോക്കിയിട്ട് ചേച്ചിയോട് ചോദിക്കുകയാണ്, ചേച്ചി ഇതല്ലേ കല്യാണി ചേച്ചി കാണിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അതാരാ കല്യാണി എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിച്ചു, ആരാ കല്യാണി, അമ്മയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല, യൂട്യൂബിൽ ഒരു ചേച്ചിയുണ്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഗ്ലാമി ഗംഗയായിരിക്കുന്നത്, കാരണം അവരുടെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പേര് മാറി പറഞ്ഞതായിരിക്കും, ഗംഗനെ എനിക്ക് ഉദ്ദേശിച്ചത് കല്യാണിയായി പോയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്കൂളിൽ പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് വിചാരിച്ചു. ഞാൻ തിരിച്ച് ഞങ്ങൾ സീറ്റിൽ വന്നിരുന്നപ്പോൾ ഈ കുട്ടികൾ തിരിച്ച് പേരൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു പേരൻസ് ആരാണെന്ന് ഞാൻ നോക്കിയപ്പോൾ ആ അമ്മയ്ക്ക് മേക്കപ്പ് ഒന്നുമില്ല, ഒട്ടും മേക്കപ്പില്ല. ഒരു നാടൻ പാലക്കാടൻ പൊണ്ണ് എന്ന് പറയുന്ന രീതിയിൽ ലിപ്സ്റ്റിക് ഒന്നുമില്ല, നാടൻ രീതിയിൽ മുടിയൊക്കെ ചീന്തി അങ്ങനെ. അപ്പോൾ ഇവർ പുറത്തുനിന്ന് ഈ ലിപ്സ്റ്റിക് എല്ലാം വാങ്ങി വരുന്ന വഴി ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾ വാശി പിടിച്ച് വാങ്ങിയ ലിപ്സ്റ്റിക്സ് ആണെന്നാണ് തോന്നുന്നത്. ഓൺലൈനിൽ ഇവർ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ ഡയറക്റ്റ്, അതായത് ലുലു മോളിലൊക്കെ പേർപ്പിളിൻ്റെ ഷോപ്പുണ്ട്, അതിൻ്റെ ഉള്ളൊരു ഷോപ്പുണ്ടല്ലോ പേർപ്പിളിൻ്റെ, മേ ബി അവിടെ നിന്നൊക്കെ വാങ്ങിച്ചതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ കുട്ടികൾ എന്തറിഞ്ഞിട്ടാണ് ഇതെല്ലാം, കാരണം ജനിക്കുമ്പോൾ മുതൽ കൊണ്ട് ഇതെല്ലാം കണ്ട് വളരുന്നതുകൊണ്ട് ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴേ ഇത്രയും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് തുടങ്ങി കണ്ടോ. അപ്പോൾ നമ്മളൊക്കെ ഒരു ഞാനൊക്കെ ലിപ്സ്റ്റിക്ക് കണ്ടു തുടങ്ങിയത് പോലും +2 പഠിക്കുമ്പോഴാണ്. പക്ഷേ അതും അങ്ങനെയൊന്നും ഇടാറൊന്നുമില്ല, വീട്ടിലൊന്നും അങ്ങനെ സമ്മതിക്കില്ല. പിന്നെ ഇതിപ്പോൾ പേരൻസ് പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ ഈ കുട്ടികൾ വാശി പിടിച്ചിട്ടൊക്കെ വാങ്ങുന്നതായിരിക്കും, നമുക്കറിയില്ല. നമുക്കിങ്ങനെ എല്ലാ പേരൻസിനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ വാശി പിടിക്കുമ്പോൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ പേരൻസ് നല്ല പേടിയുണ്ട്. കാരണം കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഒരു നിസ്സാര കാര്യത്തിന് കയ്യബദ്ധം എന്ന് പറയാൻ പറ്റില്ല, പർപ്പസ്ഫുള്ളി സംതിങ്, അറിയാമല്ലോ എന്തൊക്കെ ചെയ്യും എന്നുള്ളത്, അവർ കടും കൈ ചെയ്യുക എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ലൈഫ് ബോയ് സോപ്പായിരുന്നു എന്നുള്ളത്. പക്ഷേ ടി-വിയിൽ നമ്മൾ ലിസാൻസി, മോട്ടി ഇങ്ങനത്തെ സോപ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമുക്കിങ്ങനെ കൊത്തി വരും. കാരണം ലിസാൻസിയൊക്കെ കുറച്ച് നല്ല വലിപ്പവും ജാസ്തി ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ പിടിക്കാനുള്ളൊരു ഷേപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. മോട്ടിയാണെങ്കിൽ നല്ല ഉരുണ്ടിരിക്കും, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ആഗ്രഹം വരാറുണ്ട് അതൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ. നോക്കുമ്പോൾ അന്നത്തെ വിലയ്ക്ക് സാധാരണ കമ്പാരിറ്റീവ്ലി കുറച്ച് ഹയർ എക്സ്പെൻസീവാണ് സാധാരണ സോപ്പിൽ നിന്നും. അപ്പോൾ അച്ഛനോട് ഞങ്ങൾ ചോദിച്ചു, ലിസാൻസി അല്ലെങ്കിൽ മോത്തി ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോത്തിയിൽ പറയുന്നുണ്ട് അത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ ഇങ്ങനെ മോത്തി പോലെ ആകും എന്നൊക്കെ പറയണമെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ, എന്തിനാണ് ഇനി ഇതിൽ കൂടുതൽ മോത്തി പോലെയാണേ, അച്ഛയ്ക്ക് 2 കുട്ടികളും നല്ല സുന്ദര കുട്ടികൾ തന്നെയാണ്, ഇനി അതും ഇതൊന്നും തേച്ചിട്ടൊന്നും ഇനി സൗന്ദര്യം കൂട്ടേണ്ട ഒരാവശ്യമില്ല. ദൈവത്തിന് അറിയാം എങ്ങനെ പ്രൊപ്പോർഷൻ എങ്ങനെയൊക്കെ കൊടുക്കണം, ഓരോരുത്തരെ ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ എല്ലാവരും സൗന്ദര്യമുള്ളവർ തന്നെയാണ്. അപ്പോൾ ഇനി അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ടൊന്നും യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അച്ഛൻ പറയണതാണ് വേദവാക്യം അല്ലേ, നമ്മൾ അച്ഛൻ എന്ത് പറയുന്നോ അതാണ് ശരി എന്നുള്ള രീതിയിലാണ് നമ്മൾ വളരണത്. അപ്പോൾ
അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ അതിന് ശേഷമൊന്നും ഞാനങ്ങനെ ഞാനായാലും ശരി എൻ്റെ ചേച്ചിയായാലും ശരി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടി വിയിൽ കാണുമ്പോഴൊക്കെ വേണമെന്നൊന്നും പറയാറില്ല. അതേപോലെ തന്നെയാണ് മാഗി നൂഡിലൊക്കെ ഞങ്ങളങ്ങനെ വീട്ടിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ക്വിക്ക് ബൈറ്റ്സും കഴിക്കുന്ന കൂട്ടരല്ലായിരുന്നു. പക്ഷേ മാഗിയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കുറേ ചോദിക്കും അച്ഛനോട് ഒന്ന് വാങ്ങിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വാങ്ങിച്ച് തരില്ല. അച്ഛൻ പറയാൻ നന്നല്ല, ശരീരത്തിന് നല്ലതല്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഓക്കെ. കാരണം നമ്മൾ കണ്ടു വളരുന്നതും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായാലും നമ്മുടെ റോൾ മോഡലായാലും എല്ലാം നമ്മുടെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു തരുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ അനുസരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നീട് അത് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പ്രീഡിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയപ്പോഴാണ് നമ്മൾ തന്നെത്താൻ മാഗി വാങ്ങിച്ച് കഴിക്കുന്നതും പിന്നെ ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയതും എല്ലാം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇപ്പോഴും ലിപ്സ്റ്റിക് അങ്ങനെ വാരിക്കോരി തയ്ക്കൊന്നുമില്ല. ഞാൻ അത്യാവശ്യം പുറത്ത് പോകുന്ന സാഹചര്യങ്ങളിലും എന്തെങ്കിലും പ്രസൻറ്റേഷൻ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോകും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സെൽഫ് പ്രസൻറ്റബിൾ ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും ആ ഒരു ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യും, അതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷേ ഈ വാരിക്കോരി തേക്കുക, പ്രൊഡക്ട്സ് മാറ്റി തേക്കുക അങ്ങനെ ചെയ്യരുത്. നമ്മൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് സെറ്റായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ സെറ്റാക്കി വെക്കുക, കുറച്ചൊരു ചെറിയൊരു കിറ്റ് വെക്കുക. അതിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്ത് തീരുമ്പോൾ വേറെ വാങ്ങുക എന്നല്ലാതെ നമുക്ക് നമ്മുടെ മൈൻഡും നമ്മുടെ സമയവും ഇതിനെല്ലാം നമ്മൾ ലൈഫിൽ ചിലവാക്കേണ്ടത്. അത് എന്ന് വെച്ചാൽ അതൊരു സൈഡാണ്. അത് നമുക്ക് സെൽഫ് പ്രസൻറ്റബിൾ ആയിരിക്കും. നമുക്ക് എവിടെ പോകുമ്പോഴും നമുക്കൊരു കംഫർട്ട് ഫീൽ ആയിരിക്കും. നമ്മൾ നല്ല വൃത്തിയായി നീറ്റായി നല്ല ലൈറ്റായിട്ട് മേക്കപ്പ് ഇട്ട് അതിലൊന്നും ഒരു തെറ്റില്ല. അങ്ങനെ പോയാലേ ആൾക്കാർ നമ്മളെയും വാല്യൂ തരുള്ളൂ. അതങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ട് അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഓവർ ആവരുതെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കുട്ടികളിൽ ഇങ്ങനെ വരുമ്പോൾ പേരൻസിനാണെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത്രയും ഭംഗി നിനക്ക് ഇപ്പോഴേ ഉണ്ട്, ഇനി ഇതിനാണ് നീ ആഡ് ഓൺ ചെയ്യുന്നത്, നിനക്ക് ഇതിനാണ് ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ നിൻ്റെ ഭംഗി പോകണു, അങ്ങനെ ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് അവർ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക. അതുമല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ പേരൻസ് അനുസരിക്കില്ല. അപ്പോൾ ചില കുട്ടികൾ പറയും എൻ്റെ ഫ്രണ്ടിൻ്റെ ആ പേരൻസിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ അവിടെ കുഴപ്പമില്ല ഇവിടെ കുഴപ്പമില്ല, എന്താ അമ്മയ്ക്ക് മാത്രമേ ഈ പ്രശ്നം എന്നൊക്കെ ചില കുട്ടികൾ ചോദിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലഹരി വിമുക്ത കേരളം എന്ന് പറഞ്ഞിട്ട് സ്കൂളുകളിൽ ക്യാമ്പയിനിങ് ചെയ്യുന്ന മാതിരി അതിൻ്റെ ഒപ്പം തന്നെ ലാസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് സെക്ഷൻ എന്നുള്ള മാതിരി കുട്ടികളിലെ ഈ ലിപ്സ്റ്റിക് ഉപയോഗം അല്ലെങ്കിൽ മേക്കപ്പ് അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഈ പോകുന്നവർക്കൊന്ന് ഒരു ലാസ്റ്റ് 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്ന് യൂസ് ചെയ്താൽ കൊള്ളാം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് സ്വന്തം പേരൻസ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അവരിൽ നിന്ന് ചിലപ്പോൾ അത് രജിസ്റ്റർ ആകുമായിരിക്കും. ഓക്കെ ഇതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബാഡ് റിസൾട്ട് വന്നേക്കാം, ക്യാൻസർ വന്നേക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നേക്കാം എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ക്യാമ്പയിനിങ്ങിൽ നിന്ന് കിട്ടുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേരൻസ് പറഞ്ഞാൽ ചില കുട്ടികൾ അനുസരിക്കില്ല. കാരണം പേരൻസ് പറയുന്നതൊക്കെ ലെയിം എക്സ്ക്യൂസസ് ആണെന്ന് വിചാരിക്കുള്ളൂ. പൈസ കൊടുക്കാൻ മടിച്ചിട്ടോ അല്ലെങ്കിൽ അതിനായിട്ട് പൈസ ചിലവാക്കാൻ മടിച്ചിട്ടൊക്കെ ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്നതാണ്, ഒരു എക്സ്ക്യൂസ് പറയുന്നതാണെന്ന് വിചാരിക്കുള്ളൂ. പക്ഷേ പൊതുസമൂഹത്തിൽ നിന്നും അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് കുട്ടികൾ അത് സീരിയസ് ആക്കി എടുക്കുക. അപ്പോൾ ചിലപ്പോൾ അവരത് വേണ്ടാന്ന് തന്നെ വെക്കാം. ഇനി ഇപ്പോൾ വേണ്ടാന്ന് വെച്ചാലും അവർ ഫ്യൂച്ചറിൽ അവർക്ക് ജോലിയാകുമ്പോൾ അല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അവർ തന്നെ ചൂസ് ചെയ്തോട്ടെ, അവർക്ക് ഇഷ്ടമുള്ളവർ ചൂസ് ചെയ്തെടുത്തോട്ടെ. അപ്പോൾ പിന്നെ അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ചെറിയ കുട്ടികൾക്കൊന്നും അറിയാത്ത പ്രായത്തിൽ ഇങ്ങനെയുള്ളതെല്ലാം തേച്ച് അത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ആളില്ലാതെ വരുമ്പോൾ ആ കുട്ടിക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കുട്ടി തീർച്ചയായും പറയും അന്ന് എൻ്റെ അറിവില്ലാത്ത സമയത്ത് പ്രായത്തിൽ ഞാൻ അതൊക്കെ തേക്കുമ്പോൾ എന്നെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഉള്ള ആ ഒരു പോയിൻ്റ് അവിടെ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ പേരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്കൂളിലുള്ള ടീച്ചേഴ്സോ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഇതിനും ഒരു ക്യാമ്പയിനിങ് ആവശ്യമുള്ളതായിട്ട് വരുന്നുണ്ട് മേക്കപ്പിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ കുട്ടി ലിപ്സ്റ്റിക് ഇടുമ്പോൾ ആ ഇൻഫ്ലുവൻസറിൻ്റെ പേര് ചോദിച്ചല്ലോ. അപ്പോൾ എനിക്കറിയില്ല അങ്ങനെ ഒരു ആളുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കാണാനുള്ള ഉണ്ണി വ്ളോഗ്സ് അല്ലെങ്കിൽ ഗ്ലാമി ഗംഗയുടെയൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. എനിക്ക് കല്യാണിയുടെ എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ എയറിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവരെക്കുറിച്ചല്ലേ ഈ കുട്ടികൾ അന്ന് നൂർജഹാൻ വാഷ്റൂമിൽ വെച്ച് സംസാരിച്ചത്. ഈ ഇൻഫ്ലുവൻസറിനെ കുറിച്ചാണല്ലേ, ഇൻഫ്ലുവൻസറെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഈ യൂട്യൂബറിനെ കുറിച്ചാണല്ലേ എന്ന് എനിക്ക് ഇപ്പോഴാണ് അത് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ ഇടാനുള്ള റീസൺ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങളെന്തെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ. കാരണം പേരൻസ് വേണം മക്കളിൽ കോൺഫിഡൻസ് കൊണ്ടുവരാൻ. അതായത് ഇവർക്കൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടോ ലിപ്സ്റ്റിക് ആഡ് ചെയ്തിട്ടോ ഇത് ചെയ്തിട്ടോ ഒന്നും നിങ്ങൾക്ക് ബ്യൂട്ടി കൂട്ടേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ സുന്ദരന്മാരൊക്കെ തന്നെയാണ് എന്നുള്ളത് വീട്ടിൽ നിന്ന് തന്നെ കോൺഫിഡൻസ് കൊണ്ടുവന്നാൽ അവർക്ക് ഇതിനോടൊന്നും ശ്രദ്ധ പോവില്ല. ചിലപ്പോൾ ഇത് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ ഇതിലൊക്കെ ഇങ്ങനെ ശ്രദ്ധ പോകുന്നത്. വേണ്ടാത്ത ശ്രദ്ധകൾ അവർ പഠിക്കട്ടെ, അവർ പഠിച്ച് ജോലിയാകട്ടെ, അവരുടെ എയിം എന്താണെന്നുള്ളത് അവർ അച്ചീവ് ചെയ്യട്ടെ. അതൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് വേണ്ടത്. അല്ലാതെ മേക്കപ്പ് അല്ല നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. നമുക്ക് ചെയ്തു തീർക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.